ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മമാർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ബിൽഡിംഗ് സെറ്റിൻ്റെ കളക്ഷൻസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവന് വാങ്ങിക്കൊടുത്തിട്ടുള്ള എല്ലാ ബിൽഡിംഗ് സെറ്റും ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഉപകാരപ്പെടും. അതിൽ ഫസ്റ്റ് ബിൽഡിംഗ് സെറ്റാണ് നമ്പർ ബ്ലോക്സ്. നമ്പർ ബ്ലോക്സ് എന്നിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവനത് കണ്ടിട്ടാണ് മാത്സ് ഒക്കെ പഠിച്ചത്. അപ്പോൾ ആ ഒരു താല്പര്യം കണ്ടിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളൊരു ബ്ലോക്കാണിത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അവൻ്റെ ഒരു ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവനതിനെ കൊണ്ട് കളിക്കാറ്. റിയൽ നമ്പർ ബ്ലോക്സിൻ്റെ സെറ്റിന് നല്ല പൈസ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലോക്സ് കണ്ടത്. അപ്പോൾ നല്ല കളർഫുള്ളായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് ഓരോരോ ബ്ലോക്സ് ആയിട്ട് നമുക്കിങ്ങനെ മാറ്റി മാറ്റി വെക്കാനും ഓരോ ഷേപ്പിലാക്കിയിട്ട് കളിക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഈ ഒരു ബ്ലോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹായ് ഫ്രണ്ട്സ്, ഇതാണ് പോലീസ് വണ്ടി. അങ്ങനെ പോലീസ് വണ്ടി പോവാണ്. അടുത്ത ബ്ലോക്സ് വരുന്നത് ഞാൻ 2 ടൈപ്പ് ഒരു കവറിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിലൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെതും ഒന്ന് വുഡിൻ്റെതുമാണ് വരുന്നത്. ഇതൊക്കെ ഓരോ ടൈമിലായിട്ട് ഇതിങ്ങനെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ടോയ്സാണ്. ഈ ഒരു ചെറിയ ടൈപ്പ് ബിൽഡിംഗ് ബ്ലോക്സ് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷേ ഇത് നാട്ടിലെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് കൊടുത്തതാണ്. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ എടുത്തു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അധികം കുട്ടികൾക്ക് ഇത് കളിക്കാൻ കൊടുക്കാറില്ല. പിന്നെയുള്ളത് വുഡൻ ബ്ലോക്സ് ആണ്. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ മോന് കൂടുതലായിട്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ടോയ്സ് എന്ന് പറയുന്നത് കാറും ബിൽഡിംഗ് ബ്ലോക്സും ആണ്. അപ്പോൾ അവനിക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഏത് ടൈപ്പ് കിട്ടിയാലും അവന് അവൻ്റെതായ രീതിയിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാനൊന്നും എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന്. പക്ഷേ അവനിക്ക് അവൻ്റെതായ ബുദ്ധി വെച്ചിട്ട് അവൻ ഉണ്ടാക്കി കളിക്കാറുണ്ട്. ഇനി ഇത് വേറൊരു ടൈപ്പ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇത് അവന് ഒരുപാട് കളിച്ചതാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കളിച്ച് കളിച്ച് പഴയതായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് അവന് കുറേ ബോക്സ് ഹൗസസ് ഒക്കെയാണ് ഉണ്ടാക്കി കളിക്കാറ്. ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്ലോക്സ് ആയിരുന്നു. ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെ വേറെ ടോയ്സൊക്കെ ആയിട്ട് മിക്സപ്പ് ആയിട്ടാണ് ഉള്ളത്. ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൊരു ബ്ലോക്സാണ്. ഇനി അടുത്തത് വരുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്ലോക്സാണ് ലെഗോ ടൈപ്പ് ബ്ലോക്സ്. അപ്പോൾ ഇത് വളരെ ചെറിയ ചെറിയ ബ്ലോക്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് കളിക്കാനിട്ട് കൊടുത്താൽ വീട് നിറച്ചും ഈ ഒരു ബ്ലോക്സേ കാണാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്കിത് എടുത്തു കൊടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും അവനിക്ക് അവൻ്റെ ഏറ്റവും കഴിവ് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് സെറ്റ് ഇത് തന്നെയായിരിക്കും. അപ്പോൾ അവൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇത് അവൻ്റെ ഉപ്പ അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ലെഗോ അല്ല, ലെഗോ മോഡൽ, പക്ഷേ ഒരു വേറൊരു ലോക്കൽ കമ്പനിയുടേതാണ്. പക്ഷെ എന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോയാണ്. ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് കൊടുത്തതാണ്. ഈ ഒരു ടൈപ്പ് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ വേറെ ഓരോ ടൈപ്പ് ബ്ലോക്സ് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു റേസിംഗ് കാറിൻ്റെ ബ്ലോക്സും പിന്നെ ഒരു ഗ്ലാസ് ടൈപ്പ് കാർ ഉണ്ടാക്കുന്ന ഒരു ബ്ലോക്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഞാൻ സൂക്ഷിച്ചതാണ്. ഇത് റിയൽ ലെഗോ ബ്ലോക്സ് ആണ്. ഇതും ഞാൻ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഈ ഒരു ബ്ലോക്സ് കൈ കിട്ടിയ സന്തോഷത്തിൽ അവനപ്പം തന്നെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും കാട്ടിയും അവനിഷ്ടം പല ടൈപ്പ് കാറുകൾ ഉണ്ടാക്കാനാണ്. അവനിപ്പം തന്നെ കാർ ഉണ്ടാക്കി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവൻ അവിടെ ഇരുന്ന് കളിച്ചോളും. ഇനി അടുത്ത ബ്ലോക്സ് വരുന്നത് ഹാദിയുടെ ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഞാൻ അവന് ചെറിയ പ്രായമായിരിക്കുമ്പം തന്നെ സൗദിയിൽ വിസിറ്റിങ്ങിന് പോയിരുന്നു. ആ ഒരു ടൈമിന് അവൻ്റെ ഉപ്പ അവൻ അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തിട്ടുള്ള ബ്ലോക്സാണിത്. അപ്പോൾ ബിഗ് ബ്ലോക്സ് ടൈപ്പിൽ വരുന്ന ഒരു ബ്ലോക്കാണിത്. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ബിൽഡിംഗ് സെറ്റാണിത്. അവൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് കളയാതെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചില ബ്ലോക്സൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. എന്നാലും ഇതിപ്പോഴും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനിത് വെച്ചിട്ട് കളിക്കാറുണ്ട്. ഇനി അടുത്ത ബ്ലോക്സും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചത് ആ ഒരു ടൈമിൽ വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇതും ബിഗ് ബ്ലോക്കിൽ തന്നെ വരുന്ന ഒരു ടൈപ്പാണ്. ഈ ഒരു ബ്ലോക്സ് അവന് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇത് അധികം അവനെ കളിച്ചിട്ടില്ല.
എന്നാലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി അടുത്ത ടൈപ്പ് ബ്ലോക്സ് ഇൻ്റർലോക്ക്ഡ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിയപ്പോൾ ഒരുപാട് ബ്ലോക്സ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് ഹാദിക്ക് ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. പക്ഷേ ആ ടൈമിന് അവന് കളിക്കാനുള്ള പ്രായമാകത്തോണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് സൂക്ഷിച്ച് വെക്കാറാണ് ചെയ്തത്. അപ്പോൾ അവന് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ബൈക്കും കാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്സ് നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്കൊക്കെ വെക്കുന്നത് പോലെ നമുക്കിതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്നൊന്നും അത് പൊട്ടിപ്പോവുകയില്ല. ഇത് കിട്ടിയത് ഒരു ഗിറ്റാർ മോഡലിലൊരു പാക്കറ്റിലായിരുന്നു. അപ്പോൾ ആ ഒരു ഗിറ്റാർ ഉണ്ടാക്കേണ്ട രീതിയിലായിരുന്നു ഇത് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സെറ്റ് നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഓർഡിനറി ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ അവന് പുറത്ത് പോകുന്ന സമയത്ത് അവന് തീരെ അടങ്ങിയിരിക്കാത്തപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു സെറ്റ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ 2 ടൈപ്പ് ബ്ലോക്സ് ഞാൻ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വീലൊക്കെ ആയിട്ടുള്ള ബ്ലോക്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഹാദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചിട്ട് അവൻ കാറ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ അധികവും. പിന്നെ അവൻ്റെ ബ്ലോക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവന് കളിക്കാൻ കൊടുക്കാത്തൊരു സാധനമാണ് ഒരു റേസിംഗ് കാറിൻ്റെ ബ്ലോക്ക് സെറ്റ്. ഇതേപോലെ ഒരു റെഡ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ആ ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെക്കാനിക്സിൻ്റെ സെറ്റ് കൂടെ ഉണ്ട്. ഇത് അവൻക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും, പിന്നെ പറ്റാണ്ട് അവിടെ തന്നെ തിരിച്ച് വെക്കാറാണ് പതിവ്. പിന്നെ കുട്ടികളുടെ അതിൻ്റെ നെട്ടും ബോൾസും ഒക്കെ എടുത്ത് കളിക്കുന്നത് കൊണ്ട് ഞാനിത് അധികം മുന്നിലിട്ട് കൊടുക്കാറില്ല, എപ്പോഴും മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ ഹാദിയുടെ ടോയ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവന് ഇനിയും ബ്ലോക്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എവിടെ വെച്ചതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഓരോ ബ്ലോക്സ് ഓരോരോ കവറിലാക്കിയിട്ട് വേറെ വേറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിപ്പുറത്തുനിന്ന് നല്ല കളിയാണ് ബ്ലോക്സ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.